പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി ഇരട്ടിക്കുകയാണ്. സ്മൃതിവനം എന്ന പേരിൽ സർക്കാർ ആരംഭിക്കാനിരുന്ന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. ഇതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സ്മൃതിവനം പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണിത്. എന്നാൽ ഇന്നിത് മൃതിവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ട് മുൻപ് വരെ സമൃദ്ധിയോടെ നെല്ല് വിളഞ്ഞിരുന്ന പാടം. പക്ഷേ 1991 അന്നത്തെ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത്. വനമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ നിർമ്മിത വനമായിരുന്നു ലക്ഷ്യം. എന്നാൽ സ്മൃതിവനം എന്ന പേരിൽ ആരംഭിക്കാനിരുന്ന പദ്ധതി കാലക്രമേണ സ്മൃതിയിലാണ്ടുപോയി. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാർ IT പാർക്കിനായി ശ്രമം നടത്തിയെങ്കിലും അതും പ്രാവർത്തികമായില്ല. ഇന്ന് 636 ഏക്കർ വരുന്ന ഈ പ്രദേശമാകെ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണ്. ജനങ്ങൾക്കുള്ള ദുരിതം എന്ന് പറയുന്നത് ഈ 650 ഏക്കറിൽ ജനങ്ങൾ വളരെ ദുരിതപ്പെട്ടാണ്. പാമ്പും ഇഴജന്തുക്കളും ഒക്കെ ആയിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് വളർത്തൽ കേന്ദ്രം എന്ന് പറയാൻ പറ്റും. അതേ രീതിയിലുള്ള എല്ലാ സൈസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. വെള്ളം നിറഞ്ഞ് കാട് പിടിച്ചു കിടക്കുന്ന പാടത്ത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ സാധാരണ കാഴ്ചയാണ്. രാത്രികാലങ്ങളിൽ ഭീതിയോടെ വേണം ഇതിലെ സഞ്ചരിക്കുവാൻ. വിശാലമായി പരന്നു കിടക്കുന്ന ഈ പ്രദേശത്തിന് ചുറ്റുമായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ചൂട് കനത്തതോടെ തണുപ്പ് തേടി വീടുകളിലേക്കും പാമ്പുകൾ എത്തി തുടങ്ങിയതോടെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ പാമ്പുകളുടെ ശല്യം ജില്ലയിൽ വർദ്ധിച്ചതോടെ അനാഥമായി കിടക്കുന്ന ഈ ഭൂമി ജനങ്ങൾക്ക് മൃതിവനമായി മാറുകയാണ്. പാമ്പുകളുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴാണ് അവയ്ക്ക് വിഹരിക്കുവാൻ സർക്കാർ ചെലവിലുള്ള ഈ ആവാസ കേന്ദ്രം. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.